ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ചില പോർഷൻസ് ഒക്കെ കൺവേർട്ട് ചെയ്തപ്പോൾ സ്കിപ്പായിരുന്നു. അപ്പം ഞാൻ ആ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ ഞാൻ ഈ ക്ലാസ്സിൽ പറയുകയാണ്. അപ്പം നമ്മൾ ഇന്നലെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു അല്ലേ? ബ്രിഡ്ജസിൻ്റെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു മെറ്റീരിയൽ പഠിച്ചു, പിന്നെ അക്കോർഡിംഗ് ടു സ്ട്രക്ചറൽ ആക്ഷൻ പഠിച്ചു, അക്കോർഡിംഗ് ടു ലൊക്കേഷൻ ഓഫ് ഫ്ലോറിംഗ് പഠിച്ചു. അപ്പം ഇതിനകത്ത് അക്കോർഡിംഗ് ടു ലൊക്കേഷൻ ഓഫ് ഫ്ലോറിംഗ് നമുക്ക് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. രണ്ടായിട്ടല്ല, മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അത് ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് രണ്ടായിട്ടും കാണുന്നുണ്ട്. മെയിൻ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഡെക്ക് ബ്രിഡ്ജും ത്രോ ബ്രിഡ്ജും ആണ്. പിന്നെ ഒരു സെമി ത്രോ ബ്രിഡ്ജും ഉണ്ട്. അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ഡെക്ക് ബ്രിഡ്ജാണ്. Deck type bridge is the one in which the roadway or railway floor rests on the top of the supporting structure. അതായത് ഡെക്ക് ടൈപ്പ് ബ്രിഡ്ജിൽ നമ്മുടെ ഫ്ലോറ്, അതായത് ചിലപ്പോൾ നമ്മൾ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത് എന്തിനായിരിക്കും? റോഡ് വേക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ റെയിൽവേക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അപ്പം ഈ റോഡ് അല്ലെങ്കിൽ റെയിൽവേ എന്ന് പറയുന്നത് ഈ സപ്പോർട്ടിംഗ് സ്ട്രക്ചറിൻ്റെ ടോപ്പിലാണെങ്കിൽ നമ്മൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡെക്ക് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ത്രോട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാം. ഇപ്പം ഇവിടെ കണ്ടോ, ഇവിടെ മെയിൻ ലോഡ് ക്യാരി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുകളിലുള്ള ഈ മെമ്പേഴ്സാണ്. അപ്പം അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഫ്ലോർ എന്ന് പറയുന്നത് എവിടെയാണ്? ഇതിന് താഴെയല്ലേ? ഇതാണ് നമ്മുടെ ലോഡ് ക്യാരിയിങ് മെമ്പേഴ്സ്. അപ്പം ഇതിന് താഴെ ആയിട്ടാണ് നമ്മുടെ റോഡ് വേ അല്ലെങ്കിൽ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പം ത്രൂ ബ്രിഡ്ജ് ഈസ് ദി വൺ വേർ ദി roadway or railway floor rests on the bottom of the main load supporting structure. മെയിൻ ലോഡ് സപ്പോർട്ടിംഗ് സ്ട്രക്ചറിനെ കൺസിഡർ ചെയ്യുമ്പം ബോട്ടത്തിലാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു? ത്രോ ബ്രിഡ്ജ് എന്ന് പറയുന്നു. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ടേംസ് ഇൻ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ടേമാണ് വാട്ടർ വേ എന്ന് പറയുന്നത്. വാട്ടർ വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു ബ്രിഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഒഴുകും അല്ലേ? അപ്പം ആ വെള്ളം ഒഴുകുന്ന ആ ക്രോസ് സെക്ഷണൽ ഏരിയയെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ടർ വേ എന്ന് പറയുന്നത്. എന്താണ്? ദ ക്രോസ് സെക്ഷണൽ ഏരിയ ത്രൂ വിച്ച് ദ വാട്ടർ ഫ്ലോസ് അണ്ടർ എ ബ്രിഡ്ജ് ഈസ് നോൺ ആസ് ദി വാട്ടർ വേ ഓഫ് ദ ബ്രിഡ്ജ്. നമ്മളൊരു ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് കാണാം? റിവർ ഒഴുകുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ആ റിവർ ഒഴുകുന്ന ക്രോസ് സെക്ഷണൽ ഏരിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ടർ വേ എന്ന് പറയുന്നത്. അപ്പം ഏരിയ ത്രൂ വിച്ച് വാട്ടർ ഫ്ലോസ് അണ്ടർ ബ്രിഡ്ജ് ഈസ് ഓൾസോ നോൺ ആസ് ആർട്ടിഫിഷ്യൽ വാട്ടർ വേ. അതിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ വാട്ടർ വേ എന്നും കൂടെ നമുക്ക് പറയാം. ഇനി ഈ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? It should be sufficient to pass the water without causing excessive velocity and score. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഒരു വെള്ളം ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഒഴുകുമ്പം അതിന് ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള വെലോസിറ്റി വേണം. അതായത് സ്കോറിങ് സംഭവിക്കുകയും ചെയ്യരുത്, സെഡിമെൻ്റ് ഡിപ്പോസിറ്റും സംഭവിക്കരുത്. അതായത് വെലോസിറ്റി ഒത്തിരി കൂടാനും പാടില്ല, ഒത്തിരി കുറയാനും പാടില്ല. അപ്പം അങ്ങനെയുള്ളൊരു സഫിഷ്യൻറ്റ് വെലോസിറ്റിയിലായിരിക്കണം ഈ വെള്ളം ഒഴുകുന്നത്. നമുക്ക് വാട്ടർ വേ റിക്വയർഡ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് ഡിവൈഡ് ബൈ സേഫ് പെർമിസിബിൾ വെലോസിറ്റി. നമുക്കറിയാം, ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ് അല്ലേ? അപ്പം നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഏരിയ വാട്ടർ വേ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? maximum flood discharge divided by safe permissible velocity. Safe permissible velocity depends on nature of soil and banks. It is the velocity which the bed of river can withstand without being excessively scored. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം എല്ലാ സ്ഥലത്തെയും മണ്ണ് ഒരുപോലെയല്ല അല്ലേ? അപ്പം ഓരോ സ്ഥലത്തെയും സോയിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഈ സേഫ് പെർമിസിബിൾ വെലോസിറ്റി എന്ന് പറയുന്നത്. സേഫ് പെർമിസിബിൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരുപാട് ഡിപ്പോസിഷനും നടക്കരുത്, സ്കോറിങ്ങും നടക്കരുത് അല്ലേ. മണ്ണ് ഒലിച്ചു പോവുകയും ചെയ്യരുത്, ഈ റിവർ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന സെഡിമെന്റ്സിനെ ഒന്നും ഒന്നായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ അങ്ങനെയുള്ള വെലോസിറ്റിയാണ് എന്ത്, സേഫ് പെർമിസിബിൾ വെലോസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ലീനിയർ വാട്ടർവേ ആണ്. ലീനിയർ മെഷർമെന്റ് ഓഫ് വാട്ടർവേ ബിറ്റ്വീൻ ദി ടു എഡ്ജസ് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ പെർപെൻഡിക്കുലർ ടു അബട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വാട്ടർ ഒരു റിവർ നമ്മുടെ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഒഴുകുക. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ പിയേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഈ ലീനിയർ വാട്ടർവേ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ടോട്ടൽ മെഷർമെൻറ്റിനെ, അതായത് വാട്ടർവേൻ്റെ വിഡ്ത്തിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലീനിയർ വാട്ടർവേ എന്ന് ഉദ്ദേശിക്കുന്നത്. ലീനിയർ മെഷർമെൻറ്റ്, അതായത് എത്രയാണോ ആ ലീനിയർ മെഷർമെൻറ്റ് അതിനെയാണ് നമ്മൾ ലീനിയർ വാട്ടർവേ എന്ന് പറയുന്നത്. ടു എഡ്ജസിൻ്റെ ഇടയിലുള്ള വാട്ടർവേൻ്റെ, അതായത് വെള്ളം ഒഴുകുന്ന അതിന് രണ്ട് എൻഡുകൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ എഡ്ജസിൻ്റെ എൻഡിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിലുള്ള ആ മെഷർമെൻറ്റിനെയാണ് നമ്മൾ ലീനിയർ വാട്ടർവേ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇപ്പം ഒരു ബ്രിഡ്ജിലാണെങ്കിൽ കുറേ പിയേഴ്സ് ഉണ്ടാവും, എൻഡിൽ എന്തുണ്ടാവും, അബട്ട്മെൻറ്റും ഉണ്ടാവും. അപ്പം നമുക്ക് ഓരോ സ്പാനുകളായിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ. ഓരോ ഇൻ ബിറ്റ്വീൻ ഓരോ സപ്പോർട്ട്സിനെ നമ്മൾ എന്തെന്ന് പറയും, സ്പാൻ എന്ന് പറയും. അപ്പം അത് ഇഫക്റ്റീവ് സ്പാൻ ഉണ്ട്, ക്ലിയർ സ്പാൻ ഉണ്ട്. ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, രണ്ട് പിയറുകൾ തമ്മിൽ ഉള്ളിലുള്ള രണ്ട് പിയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്നർ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. അപ്പം ലീനിയർ വാട്ടർവേ എന്ന് പറയുന്നത് എന്തായിരിക്കും, സം ഓഫ് ഓൾ ക്ലിയർ സ്പാനുകളായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ലീനിയർ വാട്ടർവേ ആണ്. ഇഫക്റ്റീവ് ലീനിയർ വാട്ടർവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദി വാട്ടർവേ ഓഫ് ദ ബ്രിഡ്ജ് അറ്റ് ഹൈ ഫ്ലഡ് ലെവൽ മൈനസ് വാട്ടർവേ ഇഫക്റ്റീവ് ഫ്രം ദി വിഡ്ത്ത് ഓഫ് ഒബ്സ്ട്രക്ഷൻ. അതായത് ഇപ്പം നമുക്കറിയാം വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തുണ്ട്, പിയേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പം അവിടെ ഒരു തടസ്സമുണ്ട്, വാട്ടർ ഒഴുകാൻ ആ പിയേഴ്സിൻ്റെ അവിടെയൊക്കെ നമ്മൾ തടസ്സമുണ്ട്. അപ്പം ഈ വിഡ്ത്തിൻ്റെ, അതായത് വെള്ളം ഒഴുകുന്ന ടോട്ടൽ വിഡ്ത്തിൽ നിന്ന് നമ്മൾ ഓരോ പിയറിൻ്റെ വിഡ്ത്ത് അങ്ങ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇഫക്റ്റീവ് ലീനിയർ വാട്ടർവേ എന്ന് കിട്ടും. ഒന്നുകൂടി പറയാം, നമുക്കറിയാം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഇതിൻ്റെ ഇടയിലൊക്കെ ഒബ്സ്ട്രക്ഷൻസ് ആയിട്ട് എന്തുണ്ട്, പിയേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ടോട്ടൽ ലീനിയർ വാട്ടർവേ വിഡ്ത്തിൽ നിന്ന് ഈ ഓരോന്നിൻ്റെയും വിഡ്ത്ത് നമുക്ക് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഇഫക്റ്റീവ് ലീനിയർ വാട്ടർവേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടേമാണ് എഫ്ലക്സ് എന്ന് പറയുന്നത്. എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പം നമ്മൾക്കറിയാം വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒബ്സ്ട്രക്ഷൻ്റെ അവിടെ എന്തുണ്ടാവും, ആ സർഫസിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് നമ്മുടെ വെള്ളം കുറച്ച് മുകളിലോട്ട് പൊങ്ങും അല്ലേ. അപ്പം എഫ്ലക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ഹെഡിങ് അപ്പ് ഓഫ് വാട്ടർ വെൻ ദേ ഹിറ്റ് എനി ഒബ്സ്ട്രക്ഷൻ. അതായത് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ അത് വാട്ടർ തട്ടുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, വെള്ളം കുറച്ച് മുകളിലോട്ട് ഉയരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എഫ്ലക്സ് എന്ന് പറയുന്നത്. ഇവിടെ ബ്രിഡ്ജിൻ്റെ അപ്സ്ട്രീം സൈഡിലായിരിക്കും നമ്മൾ എന്തുണ്ടാവുക, ഈ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ എഫ്ലക്സ് ഫോം ചെയ്യുക. ഓക്കെ. എഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെഡിങ് അപ്പ് ഓഫ് വാട്ടർ വെൻ ദേ ഹിറ്റ് എനി ഒബ്സ്ട്രക്ഷൻ. അപ്പം ഇപ്പോൾ പിയറിൻ്റെ ഒക്കെ കാലൊക്കെ ഈ നല്ല സൈസ് ഉണ്ടാവില്ലേ, അപ്പം ആ പൊസിഷനിൽ ഈ വെള്ളം ഇങ്ങനെ വന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിനതൊരു ഒബ്സ്ട്രക്ഷനാണ്. അപ്പം ആ ഒബ്സ്ട്രക്ഷൻ്റെ ഏരിയയിൽ ഈ വെള്ളത്തിൻ്റെ ഹൈറ്റ് കൂടും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, എഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എഫ്ലക്സിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എഫ്ലക്സ് നമുക്ക് അധികം കൂടാനൊന്നും പാടില്ല. അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്ക് നോക്കുന്നത്. എഫ്ലക്സ് ഷുഡ് ബി കെപ്റ്റ് ആസ് ലോ ആസ് പോസിബിൾ ഫോർ ദ ഫോളോയിങ് റീസൺസ്. എഫ്ലക്സ് നമ്മൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എഫ്ലക്സ് ഇൻക്രീസസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ. അപ്പം എഫ്ലക്സ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് എന്തുണ്ടാവും, വെലോസിറ്റി ഓഫ് ഫ്ലോ കൂടാൻ കാരണമാകും. ഇറ്റ് ഇൻക്രീസസ് ദി ഹൈറ്റ് ഓഫ് പിയർ, ഇറ്റ് ഇൻക്രീസസ് ദി കോസ്റ്റ് ഓഫ് പ്രൊട്ടക്റ്റീവ് വർക്ക്, ഇറ്റ് കോസസ് ദി സബ്മേർജൻസ് ഓഫ് ലാൻഡ്,
ഇറ്റ് ഇൻക്രീസസ് ദി ഹൈറ്റ് ഓഫ് ബാങ്ക്. അതായത് നമുക്കറിയാം പാം ഹിറ്റ് ചെയ്തിട്ട് അവിടെ ഉണ്ടാവുന്ന എഫ്ലക്സ്, അതായത് അവിടെ ഉണ്ടാവുന്ന ഈ ഹെഡിങ് അപ്പ്, വെള്ളം മുകളിലോട്ട് ഉയരുന്നത് കൂടി കഴിഞ്ഞിട്ടുണ്ട് എന്താണ്, അവിടെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് എന്താ, കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റീവ് വർക്കുകളൊക്കെ കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു ബ്രിഡ്ജിൻ്റെ കേസിൽ എഫ്ലക്സ് എപ്പോഴും മിനിമം ആവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ടേമാണ് എക്കണോമിക് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എക്കണോമിക്കലായിരിക്കണം നമ്മളുടെ ഒരു ഡിസൈൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അത് എപ്പോഴും എക്കണോമിക്കലായിരിക്കണം. സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ നമ്മളിപ്പം രണ്ട് സപ്പോർട്ട്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്ലേ, അത് ക്ലിയർ സ്പാൻ ആണെങ്കിൽ രണ്ട് സപ്പോർട്ട്സിൻ്റെ ഇടയിലുള്ള, അല്ലെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ ആയിരിക്കും ഇഫക്റ്റീവ് സ്പാൻ. ഇനി ഒരു എക്കണോമിക് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഏത് സ്പാന് കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നത്, ആ സ്പാനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്കണോമിക് സ്പാൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് അറ്റ് വിച്ച് സ്പാൻ ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഈസ് മിനിമം. കൺസ്ട്രക്ഷൻ കോസ്റ്റ് മിനിമം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് സ്പാനാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ആ സ്പാനാണ് എക്കണോമിക് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് വെർട്ടിക്കൽ ക്ലിയറൻസ് ആണ്. അപ്പം അതിനു മുന്നേ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും ഒരു ക്രോസ് സെക്ഷൻ അല്ലേ. അപ്പം ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് വെർട്ടിക്കൽ ക്ലിയറൻസ് പറയുന്നതിന് മുന്നേ. അപ്പം ഇതാണ് നമ്മുടെ, ഇപ്പം ഇതിലൂടെയാണ് നമ്മുടെ വെള്ളം ഒഴുകുന്നത്. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും എൻഡിലുള്ള സപ്പോർട്ട് എന്തായിരുന്നു, അബട്ട്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് വിങ് വാൾസ് ഉണ്ടാവും. പിന്നെ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്സിന് നമ്മൾ എന്താണെന്ന് പറയാം, പിയറാണ്. ഈ പിയറിൻ്റെ അടിയിലായിരിക്കും നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതെന്തായിരിക്കും, ഇതാണ് ബെഡ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അതെ, ബെഡ് ലെവൽ, അതായത് അവിടുത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രൗണ്ടിൻ്റെ ലെവൽ, ഈ പുഴയുടെ അടിയിലുള്ള ഗ്രൗണ്ടിലെ ലെവലിനെയാണ് നമ്മൾ ബെഡ് ലെവൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടതാണ് HFL. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, HFL എന്നുള്ള ഇറിഗേഷനിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഹൈ ഫ്ലഡ് ലെവൽ. ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പാസ്റ്റ് ടൈമിൽ, അതായത് നേരത്തെ ഉണ്ടായ മാക്സിമം ഫ്ലഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാക്സിമം ഇതിൻ്റെ വാട്ടർ ലെവൽ എത്ര ഹൈറ്റിലോട്ട് ഉയരുന്നുണ്ട്, അതായത് മാക്സിമം എത്ര വരെ പോയിട്ടുണ്ട്, ആ ലെവലിനെയാണ് നമ്മൾ ഹയസ്റ്റ് ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വെർട്ടിക്കൽ ക്ലിയറൻസ് എന്താണെന്ന് അറിയണം. വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഡിസൈൻ HFL വിത്ത് എഫ്ലക്സ് ആൻഡ് ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദി സൂപ്പർ സ്ട്രക്ചർ. ഇതാണ് നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, ഈ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ലോവസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മളുടെ HFLലോട്ടുള്ള ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പം സൂപ്പർ സ്ട്രക്ചറിൻ്റെ ലോവസ്റ്റ് പോയിന്റ് ഏതാണോ അതിൽ നിന്ന് നമ്മുടെ HFLലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ മൊഡ്യൂള് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്കറിയാം ഇപ്പം S1-ൻ്റെ S3-ൻ്റെ ഒക്കെ എക്സാം നടന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പം ഉടനെ തന്നെ നിങ്ങളുടെ S6-ൻ്റെ എക്സാം വരും. അപ്പം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കൂടുതലായിട്ട് നിങ്ങൾക്ക് തിയറിയാണ് പഠിക്കാനുള്ളത്. 4th മൊഡ്യൂൾ കുറച്ച് വാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നെക്സ്റ്റ് എന്നുള്ളത് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ആണ്. അപ്പം നിങ്ങൾക്കറിയാം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്രധാനമായും 2 തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഡീപ്പ് ഫൗണ്ടേഷൻ ആൻഡ് ഷാലോ ഫൗണ്ടേഷൻ അല്ലേ. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഷാലോ ഡെപ്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, വിഡ്ത്ത് അല്ല, ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 2 times ദി വിഡ്ത്തിനേക്കാളും കുറവാണെങ്കിൽ അതിന് നമുക്ക് ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 2 times വിഡ്ത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് അതിനെ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയാം അല്ലേ. ഇപ്പോൾ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു
1.5 to 2 മീറ്ററിലൊക്കെ നമുക്ക് ഹാർഡ് സ്ട്രാറ്റം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഷാലോ ഫൗണ്ടേഷൻ മതി. ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഡീപ്പ് നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള സർഫസ്, നമ്മളിപ്പോൾ മണ്ണെടുത്ത് കഴിയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർഡ് സ്ട്രാറ്റം നമുക്ക് ഈ ഫൗണ്ടേഷൻ റെസ്റ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പൈല് പോലെയുള്ള ഡീപ്പ് ഫൗണ്ടേഷൻസ് ചെയ്യും അല്ലേ. സാധാരണ ബിൽഡിങ്ങിൻ്റെ കേസിലാണ് നമ്മൾ പൈലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കേസിൽ, അതായത് നമ്മൾ ബ്രിഡ്ജിൻ്റെ കേസിൽ നമ്മൾ പിയർ ഫൗണ്ടേഷൻ, കേസൺ, വെൽ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള ഫൗണ്ടേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് സ്ട്രാറ്റം, ഹാർഡ് സ്ട്രാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഷാലോ ഡെപ്തിൽ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീപ്പ് ഫൗണ്ടേഷൻ ചെയ്യുന്നത്. അപ്പം IRC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇന്ത്യൻ റോഡ് കോൺഗ്രസ്, അതാണ് നമ്മുടെ ബ്രിഡ്ജിൻ്റെ ഡിസൈൻ യൂസ് ചെയ്യുന്ന കോഡാണ് IRC, ഇന്ത്യൻ റോഡ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, IRC laid down the following rule for the determination of depth of foundation. Depth of foundation should be taken to a depth where adequate bearing capacity is available. നമ്മൾ എപ്പോഴും ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് നമ്മളുടെ സ്ട്രാറ്റത്തിൻ്റെ നമുക്ക് സഫിഷ്യൻറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കിട്ടുന്ന സ്ട്രാറ്റം ഏതാണോ അതിലോട്ടാണ് നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ കൊണ്ടുപോയി റെസ്റ്റ് ചെയ്യിപ്പിക്കുക അല്ലേ. ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി കൺസിഡറേഷൻ ഓഫ് സ്കോർ, സെറ്റിൽമെൻറ്റ് ആൻഡ് സ്റ്റെബിലിറ്റി. ഒരു ബ്രിഡ്ജിൻ്റെ കേസിലാകുമ്പം നമുക്കറിയാം അവിടെ എന്തുണ്ടാവും, സ്കോറിംഗ് ഉണ്ടാവും, സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. അപ്പം ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഡിസൈഡ് ചെയ്യാൻ. Where non-erodible stratum of solid rock is available at a reasonable depth, the foundation should be taken to the stratum and securely anchored. Non-erodible ആയിട്ടുള്ള സ്ട്രാറ്റത്തിലോട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഫൗണ്ടേഷൻ റെസ്റ്റ് ചെയ്യിപ്പിക്കാൻ. Where erodible strata is available, the foundation should be designed as deep foundation. അതായത് നമ്മുടെ ഷാലോ ഡെപ്തിൽ, ഇപ്പോൾ ഇൻ കേസ് ബ്രിഡ്ജിൻ്റെ കേസിലാണെങ്കിൽ ഷാലോ ഡെപ്തിൽ ഇറോഡബിൾ ആയിട്ടുള്ള സോയിലാണ് ഉള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡീപ്പ് ഫൗണ്ടേഷൻ തന്നെ അവിടെ ചൂസ് ചെയ്യണം. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജ് എന്താണെന്ന് നോക്കി അല്ലേ, ബ്രിഡ്ജിൻ്റെ ടൈപ്സ് നോക്കി, ബേസ്ഡ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ബ്രിഡ്ജസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്തൊക്കെ ഡാറ്റാസ് നമുക്ക് വേണം അല്ലെങ്കിൽ ഡാറ്റാസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കി. പിന്നെ നമ്മൾ ഒരു സൈറ്റ് സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ്, അതായത് ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയാസ് നമ്മൾ സൈറ്റ് സെലക്ഷനിൽ എന്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് നോക്കി. പിന്നെ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, കുറച്ച് ടേംസ് നോക്കി അല്ലേ, ബ്രിഡ്ജുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടേംസ് ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രിഡ്ജസിനെ നമുക്ക് സൂപ്പർ സ്ട്രക്ചറും സബ് സ്ട്രക്ചറും ആയിട്ട് ക്ലാസിഫൈ ചെയ്യാന്നുള്ള. അപ്പം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. അതിൽ ഓരോ കമ്പണൻറ്റും, അതായത് ഒരു ബ്രിഡ്ജിൻ്റെ കേസിലുള്ള സൂപ്പർ സ്ട്രക്ചറിൽ എന്തൊക്കെ കമ്പണൻസ് വരുന്നു, സബ് സ്ട്രക്ചറിൽ എന്തൊക്കെ കമ്പണൻസ് വരുന്നുണ്ട്, പിന്നെ നമ്മൾ അതിൻ്റെ ഓരോ പാർട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇപ്പം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ സ്ലൈഡിനകത്ത് കാണിച്ചിട്ടുണ്ട് സൂപ്പർ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് വരുന്നത്, ബീംസ്, ഗിർഡേഴ്സ്, ആർച്ചസ് ഓർ സസ്പെൻഷൻ കേബിൾസ്. ഇനിയിപ്പം ഒരു സബ്സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിൽ അപ്രോച്ചസ് വരും, അബട്ട്മെൻറ്റ്സ് ആൻഡ് വിങ് വാൾസ് ഉണ്ട്, പിയേഴ്സ് ഉണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കമ്പണൻസ് ആണ് നോക്കുന്നത്, സൂപ്പർ സ്ട്രക്ചറും സബ് സ്ട്രക്ചറും. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബിയറിങ്ങിന് മുകളിലോട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സബ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ബിയറിങ്ങിന് താഴെയിട്ടുള്ള ഭാഗം അല്ലേ. അങ്ങനെയാണ് നമ്മൾ സൂപ്പർ സ്ട്രക്ചറിനെയും സബ് സ്ട്രക്ചറിനെയും ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ ഓരോന്നും അതിൽ വരുന്ന പാർട്ടുകളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, നെക്സ്റ്റ് ടേം ആണ് എക്കണോമിക് സ്പാൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അറിയാം, എക്കണോമിക്കലായിരിക്കണം നമ്മളുടെ ഒരു ഡിസൈൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അത് എപ്പോഴും എക്കണോമിക്കലായിരിക്കണം. സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ നമ്മളിപ്പം രണ്ട് സപ്പോർട്ട്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്ലേ, അത് ക്ലിയർ സ്പാൻ ആണെങ്കിൽ രണ്ട് സപ്പോർട്ട്സിൻ്റെ ഇടയിലുള്ള അല്ലെ സെൻറ്റർ ടു സെൻറ്റർ ആയിരിക്കും ഇഫക്റ്റീവ് സ്പാൻ. ഇനി ഒരു എക്കണോമിക് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഏത് സ്പാന് കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്നത്, ആ സ്പാനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്കണോമിക് സ്പാൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് അറ്റ് വിച്ച് സ്പാൻ ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഈസ് മിനിമം. കൺസ്ട്രക്ഷൻ കോസ്റ്റ് മിനിമം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് സ്പാനാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ സ്പാനാണ് എക്കണോമിക് സ്പാൻ എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി നമ്മൾ സബ്സ്ട്രക്ചറിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. സബ്സ്ട്രക്ചറിൽ ഏതൊക്കെ വരുന്നുണ്ട്, അതായത് ബിയറിങ്ങിന് താഴോട്ട് വരുന്നത് ഏതൊക്കെയാണ്? പിയേഴ്സ് ഉണ്ട്, അബട്ട്മെന്റ് ഉണ്ട്, വിങ് വാൾ ഉണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ എന്തിൻ്റെ കാറ്റഗറിയിലാണ് പെടുന്നത്? സബ്സ്ട്രക്ചറിൻ്റെ കാറ്റഗറിയിലാണ്. ഇനി പിയേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിയേഴ്സ് ഉണ്ട്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം നമുക്ക്. അബട്ട്മെൻറ്റിൻ്റെ പഠിക്കണം. വിങ് വാളിൻ്റെ നമ്മൾ ഓൾറെഡി വിങ് വാൾ എന്താണെന്ന് നോക്കി, അതിൻ്റെ ടൈപ്സ് നോക്കണം. ദെൻ ഫൗണ്ടേഷൻ ടൈപ്സ്, നമ്മൾ ബ്രിഡ്ജസിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസും കൂടെ നോക്കണം. നമ്മൾ പിയർസ് എന്താണെന്നാണ് നോക്കുന്നത്. ഇപ്പം എ ബ്രിഡ്ജ് പിയർ സപ്പോർട്ട് ദി സ്പാൻസ് ഓഫ് ദി ബ്രിഡ്ജ് ആൻഡ് ട്രാൻസ്ഫർ ദ ലോഡ് ഫ്രം സൂപ്പർ സ്ട്രക്ചർ ടു ദി ഫൗണ്ടേഷൻ. നമുക്കറിയാം മെയിൻ സപ്പോർട്ട്സ് ആണല്ലേ. ബ്രിഡ്ജിൻ്റെ സപ്പോർട്ട്സിനെയാണ് നമ്മൾ പിയേഴ്സ് എന്ന് പറയുന്നത്. ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്സിനെയാണ് നമ്മൾ പിയേഴ്സ് എന്ന് പറയുന്നത്. എൻഡ് സപ്പോർട്ടിനെ നമ്മൾ എന്താണ് പറയുന്നത്? അബട്ട്മെൻറ്റ്സ് എന്നാണ്. അപ്പം പിയേഴ്സിനെ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, സോളിഡ് പിയേഴ്സ് ആൻഡ് ഓപ്പൺ പിയേഴ്സ്. സോളിഡ് പിയേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപെർമിയബിൾ സ്ട്രക്ചറാണ്, അതായത് അതിൻ്റെ ഉള്ളിലൂടെ അത് വെള്ളത്തിനെ കടത്തി വിടില്ല. ഇനി ഓപ്പൺ പിയേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ദ പിയേഴ്സ് വിച്ച് ആർ ഓപ്പൺ, ദാറ്റ് ഈസ് വിച്ച് അലൗസ് ദി വാട്ടർ ടു പാസ് ത്രൂ ദ സ്ട്രക്ചർ. അതായത് ഓപ്പൺ പിയേഴ്സിൻ്റെ ഉള്ളിലൂടെ അത് വെള്ളത്തിനെ കടത്തി വിടാൻ അനുവദിക്കും. അപ്പം നമുക്ക് രണ്ട് ടൈപ്പിലുള്ള പിയേഴ്സാണ്, സോളിഡ് പിയേഴ്സ് ആൻഡ് ഓപ്പൺ പിയേഴ്സ്. സോളിഡ് പിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് കടത്തി വിടില്ല. മറ്റേതാണെങ്കിൽ ഓപ്പൺ ആണെങ്കിൽ എന്ത് ചെയ്യും? കടത്തി വിടും. പിയേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ സപ്പോർട്ട്സ് ആണ് അല്ലേ. ഇൻ്റർമീഡിയറ്റിൽ വരുന്ന എല്ലാ സപ്പോർട്ട്സിനെയും നമ്മൾ പിയേഴ്സ് എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മളെ സൂപ്പർ സ്ട്രക്ചറിലെ ലോഡ്, സൂപ്പർ സ്ട്രക്ചറിൻ്റെ ലോഡ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഫൗണ്ടേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് പിയറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു പിയേഴ്സ് രണ്ട് ടൈപ്പാണുള്ളത്, സോളിഡ് പിയർ ആൻഡ് ഓപ്പൺ പിയർ. ഇനി അതിൽ സോളിഡ് പിയറിന് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, മേസൺറി പിയേഴ്സ് ആൻഡ് RCC പിയർ. ഇനി ഓപ്പൺ പിയേഴ്സ് ആണെങ്കിൽ നമ്മൾ 4 ടൈപ്പാണുള്ളത്. ഒന്ന് സിലിണ്ടറിക്കൽ പിയർ, കോളം ബെൻഡ് ടൈപ്പ്, പൈൽ ബെൻഡ് ടൈപ്പ്, ട്രസിൽ ബെൻഡ്. ഓക്കെ, ഇങ്ങനെ 4 ടൈപ്പ് ഉണ്ട് ഓപ്പണിൽ. സോളിഡിലാണെങ്കിൽ എന്താണ്? 2 ടൈപ്പേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോ ടൈപ്പും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പം സോളിഡിലെ ഫസ്റ്റ് ടൈപ്പാണ് മേസൺറി പിയർ. ഇതിലെന്തായിരിക്കും? മേസൺറി സ്ട്രക്ചേഴ്സ് ആയിരിക്കും, അതായത് ബ്രിക്ക് മേസൺറിയോ സ്റ്റോൺ മേസൺറിയോ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പിയേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണും, കണ്ടോ? അതായത് ഇതായിരുന്നു നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ. അതിലെ ലോഡ് നമ്മൾ ഫൗണ്ടേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ മെമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പിയേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സ്റ്റോൺ മേസൺറി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ചില കേസിൽ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ പോർഷൻസ് മൊത്തം RCCയിൽ ചെയ്തിട്ട് പുറത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ സ്റ്റോൺ മേസൺറി വെച്ചിട്ട് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ സംടൈംസ് ഔട്ടർ പോർഷൻ ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് ദി സ്റ്റോൺ മേസൺറി ആൻഡ് ദി ഇന്നർ പാർട്ട് ഈസ് ഫിൽഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് മാസ് കോൺക്രീറ്റ്. നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ എന്താണ് ഇവിടെ പിയറിൻ്റെ മേസൺറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? മേസൺറി പിയർ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് സോളിഡ് RCC പിയേഴ്സ് ആണ്. ഇവിടെ എന്തായിരിക്കും? നമ്മൾ കൺസ്ട്രക്റ്റഡ് വിത്ത് RCC ആയിരിക്കും. ഇപ്പം ഇതാണ് നമ്മുടെ പിയർ എന്ന് പറയുന്നത്. അതെന്താണ്? RCC വെച്ചിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ചിലപ്പം റെക്റ്റാങ്കുലറോ സർക്കുലർ ഷേപ്പ് ഒക്കെ ആയിരിക്കും ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. സോളിഡ് മേസൺറിനേക്കാളും എങ്ങനെയായിരിക്കും നമ്മുടെ RCC നിങ്ങൾക്കറിയാം RCC എന്ന് പറയുന്നത് എന്താണ്? കൂടുതൽ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്, അതുകൊണ്ട് കൂടുതൽ സ്ട്രോങ്ങും ആയിരിക്കും അല്ലേ. അപ്പം നമ്മളിപ്പം സോളിഡ് പിയേഴ്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അതിൻ്റെ 2 ടൈപ്പ്. ഇനി നമുക്ക് എന്തുണ്ട്? ഓപ്പൺ ടൈപ്പ് ഉണ്ട്, അതിൻ്റെ 4. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പം ഇതുവരെ
പഠിപ്പിച്ചതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.